ഏത് വീടിൻ്റെയും എല്ലാ എലമെൻസിനും ഒരു റീസൺ ഉണ്ട്. ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് വെസ്റ്റ് എന്നുള്ള കാറ്റ്, അപ്പോൾ ഈ വലിയൊരു ഭിത്തി ഇവിടെ കയറി വന്നാൽ ഒന്നാമത് നമ്മൾ ആ കാറ്റിനെ കട്ട് ചെയ്തങ്ങ് കളയും. അപ്പോൾ കൂടുതൽ കാറ്റ് കയറാനായിട്ടും പിന്നെ നമ്മളുടെ വീട് ഒരിത്തിരി കൂടെ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഹൈറ്റിലുള്ളൊരു വീട് നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു മതിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വ്യൂവും പോകും. ഏറ്റവും വലിയ കണക്റ്റഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് ഒന്നും കൂടെ ഇരിക്കുന്ന അവർ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്പേസ്. അതെ അല്ലേ? അതെ. അപ്പൊ ഇത് പാറ്റിയോ സ്പേസ് ആണ്. ഈ പാറ്റിയോ സ്പേസ് ക്ലോസ് ചെയ്തിട്ടില്ല, ചെയ്യാതെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോമൺ ഏരിയയിൽ നിന്നും ഈ ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ AC ഇട്ടൊരു ഫീൽ ഇല്ലേ? അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മേളിൽ നമ്മളൊരു അഡീഷണൽ ലെയർ ഓഫ് അതും ക്ലേ ടൈൽ, അത് നമ്മുടെ നാടൻ മാംഗ്ലൂർ ടൈലാണ് കൊടുത്തേക്കുന്നത്. നമസ്കാരം, ഞാൻ വിഷ്ണുവിജയൻ, വീട് ബൈ വിഷ്ണുവിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭന്റെ മണ്ണിലാണ്. 2850 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന ആർക്കിടെക്ട് മറ്റാരുമല്ല, നമ്മളുടെ അനു ആണ്. അനുവിൻ്റെ 6ാമത്തെ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. വെൽക്കം അനു. താങ്ക് യു സോ മച്ച്. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അനുവിൻ്റെ പ്രൊജക്റ്റുകളെല്ലാം നമ്മളെ വീഡിയോകൾ ഭയങ്കര ഹിറ്റാണ്, ഹിറ്റ് മേക്കേഴ്സ് ആണ്. അപ്പോൾ അടുത്തൊരു ഹിറ്റ് മേക്കറിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ ഈ വീട് കണ്ടു. ഈ വീടിന്റെ ഒരു പേര് പറയാൻ, അതായത് ഇപ്പൊ കണ്ടംപററി എന്നുള്ള പേരുണ്ട്, ട്രഡീഷണൽ എന്നുള്ള പേരുണ്ട്, ഇതിന് എന്ത് കോൺസെപ്റ്റ് പറയും എന്നുള്ളത് അറിയില്ല. അത് അനു തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ വീടിനെ അങ്ങനെ ഒരു പ്രത്യേക തീമിലാണ് വർക്കൗട്ട് ചെയ്തേക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മോഡേൺ എലമെൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില നമ്മൾക്ക് ഗുണം ചെയ്യുന്ന എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെയും അഡ്വാൻറ്റേജസ് എടുത്തിട്ടുണ്ട്. വ്യൂവിലായാലും നമ്മളൊരു മിക്സ്, മോഡേൺ ട്രഡീഷണൽ മിക്സ്, ചില എലമെൻറ്റ്സ് ഒക്കെ മിക്സുമാണ്. അപ്പോൾ ഒരു പെക്യുലിയർ ടൈപ്പ് ഓഫ് തീം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഒരു അമാൽഗമേഷൻ, മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തേണ്ടി വരും. എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ് ആണെന്നാണ് പറയുന്നത്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആണ് വീട്, അകത്ത് അതിമനോഹരമാണ്. ഇതിന് ഒരുപാട് ആർക്കിടെക്ചർ എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരണം. അപ്പൊ നമ്മള് ഇവിടുന്ന് തുടങ്ങുകയാണ്, ഈ പ്ലോട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. ഈ പ്ലോട്ടിന്റെ നീളം കൂടുതലും വിഡ്ത് കുറവാണ്. ആ വിഡ്ത്തിൽ തന്നെ ടേപ്പേഡ് ആയിട്ട് പോയിട്ടുണ്ട് വേറൊരു പോർഷൻ. അപ്പം ഓൾമോസ്റ്റ് ഇത് എങ്ങനെയായിരുന്നു ഇതിന്റെ ആദ്യം ഈ പ്ലോട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള തോട്ട്? പ്ലോട്ടിൻ്റെ പ്രത്യേകത, കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ആയിട്ടും വ്യൂ ആയിട്ടും നമുക്ക് കാണാനുള്ള വീടിൻ്റെ ഭംഗിക്കും അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന് മെയിൻ ചലഞ്ചായിട്ട് വന്നത് ഈ നീളം ഏകദേശം 30 മീറ്റർ ഉണ്ട്. ആ 30 മീറ്ററും വെസ്റ്റ് സൈഡിലായിരുന്നു. ഇതിപ്പം ഇവിടുന്ന് വെയിലടിക്കുന്ന ഇതാണ് വെസ്റ്റ് സൈഡ്. ഇത് ഉച്ച കഴിഞ്ഞുള്ള വെയിലാണ്. ഈ ഉച്ച കഴിഞ്ഞുള്ള വെയിൽ ഒരു മെയിൻ പ്രശ്നമായിരുന്നു, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളുടെ ഈ ഫ്രണ്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇത് അത്യാവശ്യം വലിയ പ്ലോട്ട് ആണെങ്കിൽ പോലും ഫ്രണ്ട് വിഡ്ത്ത് കുറവാകുമ്പം ഫ്രണ്ടേജ് കുറവാണ് എന്നുള്ളൊരു വിഷമം പൊതുവെ, അതായത് അതെ എലിവേഷനിൽ ഒരു വിഡ്ത്ത് കുറവുള്ളൊരു വിഷമം ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മളുടെ ഈ പ്ലോട്ടിന്റെ ചുറ്റും പോകുന്ന ഈ റോഡ് നമ്മൾക്കൊരു ഗുണം ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് റോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ കോർണറിൽ നിന്ന് പോയാൽ ഈ വീടിന്റെ ഏകദേശം എൽ ഷേപ്പിൽ തന്നെ നമ്മളുടെ വ്യൂ കിട്ടും. അതായത് ഈ വീടിന് ഇപ്പൊ ഇതൊരു എലിവേഷൻ ആണ്, അതെ, ആ പോർഷൻ എലിവേഷൻ ആണ്. അതെ, ഇനി ആ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ അതും ഒരു എലിവേഷൻ ആണ്. ഒരു മൾട്ടിപ്പിൾ എലിവേഷൻ ഉള്ള ഒരു വീടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ആ ഒരു പ്ലോട്ടിൽ ഇനി വീട് വരുമ്പോഴേക്കും ആ ഒരു എലിവേഷന്റെ ആ സൈഡിൽ, അതായത് ഈസ്റ്റേൺ സൈഡിൽ എലിവേഷന്റെ ഇമ്പോർട്ടൻസ് പോകും. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. കാരണം ഇത് എന്തായാലും ഉണ്ടാകും, കാരണം റോഡാണ് ഈ ഒരു എൽ ഷേപ്പിൽ വരുന്നത്. അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ ചെറിയൊരു ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് പെൻഡിങ് ഉണ്ട്, ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട സംഭവം, ഞാൻ കാർ കിട്ടിയേക്കുന്നത് അവിടെയാണ് പാർക്കിംഗ് സ്പേസ്. ഇവിടെ ഈ പ്ലോട്ടുകൾ അനുസരിച്ച് ഇഷ്ടംപോലെ പ്ലോട്ടുകൾ ഈ സൈഡിൽ ഇനി ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു എലമെന്റ് ഇല്ലേ, ഈ മതിലിന് കൊടുത്തിട്ട് ഈ സ്ട്രക്ചറൽ ട്യൂബ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ, കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഈ ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുന്ന ഒരാളുടെ കാഴ്ചയിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ തോട്ടിൽ വന്നത്? നമ്മളുടെ ഏത് വീടിന്റെയും എല്ലാ എലമെന്റ്സിനും ഒരു റീസൺ ഉണ്ട്. ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് വെസ്റ്റ് എന്നുള്ള കാറ്റ്, അപ്പോൾ ഈ വലിയൊരു ഭിത്തി ഇവിടെ കയറി വന്നാൽ ഒന്നാമത് നമ്മൾ ആ കാറ്റിനെ കട്ട് ചെയ്തങ്ങ് കളയും. അപ്പോൾ കൂടുതൽ കാറ്റ് കയറാനായിട്ടും പിന്നെ നമ്മളുടെ വീട് ഒരിത്തിരി കൂടെ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഹൈറ്റിലുള്ളൊരു വീട് നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു മതിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വ്യൂവും പോകും.
അങ്ങനെ ഒരു വ്യൂ പോകണം എന്ന് ഇല്ലായിരുന്നു നമ്മൾക്ക്. ഈ വീടിന് നല്ല രീതിയിൽ വ്യൂ കിട്ടണം എന്നുണ്ടായിരുന്നു. ഈ ഒരു ചെടികളൊക്കെ വരുമ്പോഴത്തേന് ചെടികൾ പുറത്തേക്ക് ഒഴുകി കിടക്കുന്ന ഒരു ഇനി അതാണ് ചെടികളാണ് മിസ്സിങ്. ചെടികൾ ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് വരുന്നേ ഉള്ളൂ. ആ ഒരു വ്യൂവും കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിന്റെ എലമെന്റ്സ് വരുന്നത്. എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. കോമ്പൗണ്ട് വാളിന്റെ മുകളിൽ കുറച്ച് ഹൈറ്റിൽ ഇതുപോലെ കൊടുത്താൽ അത് പ്രൊട്ടക്ഷനുമാണ്, എന്നാൽ ട്രാൻസ്പെറന്റുമാണ്, എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് പ്ലോട്ടഡ് ഡെവലപ്മെന്റ് ആണ്. പ്ലോട്ടഡ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്നില്ല. ഇപ്പം കേരളത്തിലുള്ള ഒരുവിധം എല്ലാ പ്ലോട്ട്സ് ഇങ്ങനെ പ്ലോട്ടഡ് ഡെവലപ്മെന്റിന്റെ ഒരു ട്രെൻഡ് കൂടിക്കൂടി വരികയാണ്. അതായത് വലിയൊരു ലാൻഡ് പാഴ്സൽ എടുത്തിട്ട് അതിന് വേണ്ട അമ്യൂണിറ്റീസ്, ഇപ്പോൾ റോഡാണെങ്കിലും അല്ലെങ്കിൽ ഡ്രെയിനേജ് ആണെങ്കിലും ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിലും അങ്ങനെ അതിന് വേണ്ട അമ്യൂണിറ്റീസ് കൊടുത്തിട്ട് പ്ലോട്ട്സ് ആക്കി വിൽക്കുന്നത് ഒരുപാട് കൂടി വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു രീതിയിലാണ് ഇപ്പൊ ആൾക്കാരെല്ലാം മേടിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പോയിന്റ് നോക്കുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ ഇല്ലെന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി ഇഷ്യൂ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സിറ്റ് ഔട്ട് പോർഷനിലേക്കാണ് വരുന്നത്. ഇവിടെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒഴുകി ഇറങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. രണ്ട് തട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കുറച്ച് ഗ്രീനറി എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിറ്റിങ്ങിന് ഒരു സ്പേസ് സിംപ്ലി കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ട് താഴെ സ്റ്റോറേജ് കൊടുക്കാറാണ് പതിവ്. എന്താണ് ഇവിടെ സ്റ്റോറേജ് കൊടുക്കാതെ ഇങ്ങനെ ഒരു സ്കോപ്പ് കൊടുക്കാൻ ഉണ്ടാകുക? സ്റ്റോറേജ് കൊടുക്കുന്നില്ല എന്നുള്ളതൊരു തീരുമാനം തന്നെയായിരുന്നു. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ ഒരിക്കലും കട്ടാവണ്ട. കാരണം നമ്മൾ അവിടെ ഒരു പ്ലാന്റർ കൊടുത്തിട്ടുണ്ട്. ആ പ്ലാന്ററിന്റെ അകത്ത് നമ്മുടെ ലിവിംഗ് ഏരിയ ആണ്. ലിവിംഗ് ഏരിയ നോക്കുമ്പോഴായാലും ഇവിടെ ഒരു ഈ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ഫിൽ ആകുമ്പോഴത്തേന് ഈ ലാൻഡ്സ്കേപ്പിലേക്ക് ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് അതൊരു ഇന്റൻഷണൽ ആയിട്ടുള്ള തീരുമാനമായിരുന്നു. വളരെ മിനിമൽ ആയിട്ടൊരു സ്റ്റോറേജ് നമുക്ക് മതി. ഇത് സ്ക്വയർ ട്യൂബിൽ ബോക്സ് സെക്ഷനിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ബെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡിന്റെ ഒരു എലമെന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട സാധനം ഇവിടുത്തെ ഈ ഗേറ്റ് ആണ്. ഇതിനോട് തന്നെ മാച്ച് ആയിട്ടുള്ള ഈ ഗേറ്റിനകത്ത് നമ്മൾ CNC കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീടുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീടിന്റെ നമ്മളെ എലിവേഷനിൽ ഫസാഡിൽ കൊടുത്തേക്കുന്ന ആ പാറ്റേൺ തന്നെ റിപ്പറ്റേഷൻ ആണ്. എലിവേഷനിൽ ചെറിയൊരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തന്നെ റിപ്പറ്റേഷൻ ആണ് ആ ഗേറ്റിലും നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കോബിൾ സ്റ്റോണും അതുപോലെ ഇന്റർലോക്കും ആയിട്ടുള്ള ഒരു മിക്സപ്പ് ആണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഗ്രാനൈറ്റ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്നിട്ട് പിന്നെ ഉള്ള എല്ലാ തീമും അനുവിന്റെ തീമുകളിലെല്ലാം തന്നെ ഈ കളർ വിട്ടിട്ടുള്ള ഒരു കളിക്കാനും നിൽക്കുന്നില്ല. പക്ഷെ കളേഴ്സ് വ്യത്യാസമുണ്ട്. ഒരു പേസ്റ്റൽ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്. കളേഴ്സ് ഉറപ്പായിട്ടും ഇതൊരു ബീച്ച് ടെന്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ സിമെന്റിന്റെ ഷെയ്ഡ്സ് പോകുന്നുണ്ട്. ചെറിയ വേരിയേഷൻ ഉണ്ട്, പക്ഷെ ആയിരിക്കണം. ശരിയാ, മൊത്തം തീം നോക്കുമ്പോൾ ഒരുപോലെയൊക്കെ. ഫസ്റ്റ് വീട് മുതൽ കാണുന്ന എല്ലാ പ്രൊജക്ടുകളിലും ഓൾമോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ സിറ്റ് ഔട്ടിന്റെ പോർഷൻ വളരെ ചെറിയ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ഇവിടെ ഈ ഒരു ചെറിയ ഏരിയ മാത്രം മതി എന്നുള്ളൊരു തോട്ട് വരാൻ കാരണം? ചെറിയ ഏരിയ, സിറ്റ് ഔട്ടില് വളരെ കോമ്പാക്ട് ആയിട്ടൊരു സിറ്റ് ഔട്ട്, സീറ്റിംഗ് സ്പേസ്, ചെടികള്. പിന്നെ ഈ സിറ്റ് ഔട്ടിനോടനുബന്ധിച്ച് തന്നെ നമ്മളൊരു ചെറിയ പാഷ്യോ സ്പേസ് എക്സ്റ്റെൻഡഡ് ആയിട്ട് ഈ ഏരിയയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റൂൾ ഇട്ടിരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തത് ഇന്റേണലി ഉള്ള നമ്മളുടെ ഒരു പാഷ്യോ സ്പേസിലാണ്. അപ്പോൾ ഒരുപാട് ഏരിയ ഇവിടെ കൊടുത്തില്ലെങ്കിലും ഇതൊരു ട്രാൻസിഷൻ സ്പേസ് ആയി വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ 1-2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി തന്നെ ചെയ്തതായതുകൊണ്ട് ആ ഒരു ലുക്സ് അകത്തുനിന്നുള്ള ആ വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് അകത്ത് കയറിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തെ വിശേഷങ്ങളാണ്. അകത്തെ വിശേഷങ്ങൾ കാണുന്നതിന് മുന്നേ ഈ ഡോർ ഇത് വന്നപ്പോൾ മുതൽ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പിച്ച, ഞാൻ കണ്ടിട്ടില്ലാത്തൊരു നോർമൽ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡോറാണ്. എങ്ങനെ ഇത് എവിടുന്ന് വന്നു ഡിസൈൻ? ഡിസൈൻ നമ്മുടെ തന്നെ ഡിസൈൻ ആണ്. വെറുതെ സിമ്പിൾ ഗ്രൂവ്സ് ആണ്. അതിനെ ഒന്നൊരു എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കോപ്പർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം CNC ചെയ്തതാണ്, നമ്മളുടെ വുഡിൽ തന്നെ CNC ചെയ്തതാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള. പിന്നെ ഈ ഒരു പിടി ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ആ ഒരു പിടി അത്യാവശ്യം വലിപ്പമുള്ള ഒരു പിടിയും കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇപ്പൊ ഉള്ള എല്ലാ വീടുകൾക്കും കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് വിൻഡോ പോലെ, പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അതെ, ഇപ്പം ആരെങ്കിലും ലേഡീസ് മാത്രമൊക്കെ ആണെങ്കിലും അവർക്ക് പെട്ടെന്നൊരു വിഷൻ പുറത്തേക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ടൈമിൽ ഒരു കീ ഹോൾ കൊടുത്തിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് എല്ലാ ആർക്കിടെക്ട്സും ഇതാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇതും ചെയ്യുന്നുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളുടെ സൈറ്റും നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത് കാരണം ഇത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇത് കുറച്ചും കൂടെ ഒരു ഡോറിനൊരു ഡൊമിനൻസും കൂടെ കൊടുക്കും. ഇത്രയും വിട്ട് നിൽക്കുന്നത് ഒരു ഭംഗിയായിരിക്കും. അതും കൂടി കൊണ്ടാണ് ഇത് ചേർത്ത് ഒരു ഫ്രെയിം ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളെല്ലാം കാണാം.
അപ്പൊ നമ്മൾ കേറി വരുമ്പോ വളരെ ദൈവികമായ സ്ഥലം, പൂജാ സ്പേസ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആറന്മുള കണ്ണാടി വിളക്ക് എല്ലാം ആയിട്ട് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. മയിൽപ്പീലി കാണുന്ന ഒരു ഭയങ്കര പ്രത്യേകതയല്ലേ. അപ്പൊ ഇവിടെ ഈ പൂജാ സ്പേസ് ഇവിടെ തന്നെ ഈ ഒരു പോയിന്റിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു അനു ഇവിടെ ഇങ്ങനെ വരാനുണ്ടാക്കാൻ? ഈ സെയിം റീസൺ തന്നെ, നമ്മൾ കേറി വരുമ്പം ആ ഒരു ഐശ്വര്യത്തോടെ കേറണം എന്നുള്ളത് ക്ലയന്റിന്റെ ഒരു ആഗ്രഹമായിരുന്നു. കൂടാതെ തന്നെ നമ്മളിത് ഒരു നേച്ചറുമായിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ടില്ല. ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ചെടികളാണുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോയർ സ്പേസ് എന്തായാലും നമ്മൾ വീടുകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഫോയർ സ്പേസ് പൂജാ റൂമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ അത് രണ്ടും തുടക്കത്തിലെ തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാന്നുള്ള ഒരു തോട്ടായിരുന്നു. വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഫോർമൽ ലിവിംഗ് സ്പേസിൽ ഒന്നാണ്. ഫോർമൽ ലിവിംഗ് സ്പേസിൽ ഇരിക്കുമ്പോൾ പുറത്തോട്ടുള്ള ഫുൾ വിഷൻ കിട്ടുന്നുണ്ട്. 3 സൈഡിലും ഓപ്പണിംഗ് ആണ്. അപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ വിഷൻ 2 സൈഡിലും ബാക്കിലും കിട്ടുന്ന രീതിയിലാണ് കർട്ടൻസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. നമ്മളുടെ പ്ലോട്ട് കഴിഞ്ഞ അപ്പുറമുള്ള ആ ഒരു വയലിന്റെ വ്യൂവിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാതെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ വിൻഡോ വന്നേക്കുന്നത് ആ വ്യൂ കിട്ടുന്ന രീതിയിലും കൂടെയാണ്. ഒരു 3-4 വർഷം കഴിയുമ്പോൾ ആ വ്യൂ കിട്ടത്തില്ല, അവിടെ വീടാവും. ആവുമായിരിക്കും, പക്ഷെ അത്രയും നാള് നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കോമ്പാക്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടല്ലേ ചെയ്തത്. ഇത് കുറച്ച് കൂടി ഫാമിലി മെമ്പേഴ്സിന്റെ നമ്പർ കൂടുതലുള്ള ഒരു വീടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി മെമ്പേഴ്സ് നമ്പർ കൂടുമ്പോഴും കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വീട് വരുമ്പോഴും ഒക്കെയുള്ള പ്ലാനിങ്ങിലെ ഡിഫറൻസും കൂടെ നമുക്ക് ഇതിലൊന്ന് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെ ഈ കോമ്പാക്ട്, അതായത് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് കൂടുന്നത് എങ്ങനെയാണ് ഒരു ആർക്കിടെക്ടിനെ സംബന്ധിച്ചിടത്തോളം ഡിസൈനിങ് ആസ്പെക്ടിൽ വ്യത്യാസം വരിക? അതെ, അത് നമ്മളിപ്പോ നേരത്തെ ആ വീട് നോക്കിയാൽ അതൊരു കോമ്പാക്ട് ആയിട്ട് ലിവിംഗ് ഡൈനിങ് ഒരൊറ്റ ഹോളായിരുന്നു. പിന്നെ അപ്പർ ലിവിംഗ് കണക്റ്റഡ് ആയിരുന്നു. കിച്ചൺ ഡയറക്റ്റ് കിച്ചണിലേക്ക് ഒരു വ്യൂ ആയിരുന്നു. ബെഡ്റൂംസ് എല്ലാം ഡയറക്റ്റ് ബെഡ്റൂംസിലേക്കുള്ള വ്യൂ ആയിരുന്നു. കാരണം അപ്പൻ അമ്മ കുഞ്ഞ് എന്നുള്ള രീതിയിലേക്കായിരുന്നു. കാരണം ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും ഇവർ തമ്മിലുള്ള ടൈമും മാക്സിമൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫാമിലി, അതായത് നമ്മുടെ ക്ലയന്റ് വൈശാഖുണ്ട്, അശ്വതി ഉണ്ട്, കുഞ്ഞുണ്ട്. കുഞ്ഞിനെ കൂടാണ്ട് ഇവരുടെ 2 പേരുടെയും പേരൻസ് ഉണ്ട്. അപ്പോൾ പേരൻസ് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പായി, അതായത് എപ്പോഴും ഈ ഒരു ഗ്രൂപ്പും ഈ ഒരു ഏജിലുള്ള ആൾക്കാരും പാരൻസും അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സും പാരൻസും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതോ അത് എപ്പോഴും ഒന്നായിരിക്കണം എന്നില്ല. അപ്പോൾ അതൊരു ചെറിയ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യും, പക്ഷേ എപ്പോഴും ഇവർ കണക്റ്റഡും ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇവർ ഫ്രണ്ട്സ് വരുമ്പോഴേക്കും ആ ഫാമിലിക്ക് വൈശാഖിനും അശ്വതിക്കും ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ആയിട്ട് സ്പേസ് വേണം. അത് ചിലപ്പോൾ ഫാമിലി ലിവിങ്ങിൽ കിട്ടും. അതേസമയം ഇവരുടെ സംസാരത്തെയോ ഇവരുടെ ചർച്ചകളെയോ അല്ലെങ്കിൽ ഇവരുടെ കുക്കിങ്ങിനെയോ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരുപാട് നമ്പേഴ്സ് കൂടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പ് ആക്കണം. എപ്പോഴും വീടുകൾക്ക് അങ്ങനെ വേണം. അവർ ഒന്നിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കണം. എല്ലാ സ്പേസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം. ഇതൊന്നും നമ്മൾ പറയുന്നത് ഇതിനെ ഡിസ്കണക്ട് ചെയ്യണം എന്നല്ല, പക്ഷെ വേറൊരു ഗ്രൂപ്പും കൂടെ വരുമ്പോഴേക്കും അവരുടെ ചർച്ചകളിലോ സംസാരങ്ങളിലോ ഇൻവോൾവ് ആകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വലിയ ഇൻഫർമേഷൻ കൂടിയാണ്. കാര്യം നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിന്റെ ക്യാരക്ടർ അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആണ്. അച്ഛനമ്മയുടെ സ്വഭാവം അല്ലല്ലോ പിന്നെ മോന്റെയും മോളുടെയും. അവരുടെ ഒരു ഫാമിലി ബാക്കപ്പ് അല്ലല്ലോ ഇവരുടെ ഉള്ളത്. അവരുടെ ഫ്രണ്ട്സ് അല്ല ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഫ്രണ്ട്സ് ഈ ഓരോ കാറ്റഗറിക്കും അനു പറയുന്നത് ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. പക്ഷേ എന്ന് കരുതി ഈ ഫാമിലിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ടൈലോട്ട് പോലും നോക്കിയാൽ അറിയാം ഈ ഒരു സ്പേസസ് എല്ലാം, അതായത് കിച്ചൺ, ബെഡ്റൂംസ്, ഈ ഡൈനിങ്, ലിവിങ് എല്ലാം കണക്റ്റഡ് ആയിട്ട് ഒരൊറ്റ ലൈനിൽ നമ്മളൊരു ടൈലോട്ട് ഇതൊരു ഒറ്റ സ്പേസ് തന്നെയാണ്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇനി ഒന്നിച്ച് വന്നാലും അതുപോലെ ഈ പാറ്റിയോ സ്പേസും ഡൈനിങ് സ്പേസും കൂടെ ഒരുമിച്ച്, ഡൈനിങ്ങും കിച്ചണും അതെ. ഇനി അഥവാ അവിടെ ആളിരിക്കുന്നുണ്ടെങ്കിലും അത് ത്രൂവും വിൻഡോ ത്രൂവും നമുക്ക് കാണാൻ പറ്റും. അതായത് കണക്റ്റഡ് ആണ്. ഏറ്റവും വലിയ കണക്റ്റഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് കുഞ്ഞും കൂടെ ഇരിക്കുന്ന അവര് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്പേസ്. അതെ അല്ലേ? അതെ. അപ്പൊ ഇത് പാറ്റിയോ സ്പേസ് ആണ്. ഈ പാറ്റിയോ സ്പേസ് ക്ലോസ് ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് തന്നെയാണ്. കാരണം നമ്മൾക്ക് ആ ഒരു ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഹോം സ്റ്റേ, ചെറിയ ചെറിയ കൃഷികളുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അതൊക്കെ ഇനി വരുന്നുള്ളൂ സെക്കൻഡ് ഫേസിലേക്ക്. പക്ഷേ അത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും നമ്മൾക്ക് സെറ്റ് ബാക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഉറപ്പായിട്ടും അത് റോഡാണ്. നിയമം പെർമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് ബാക്ക് നമ്മളിവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളൊരു നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വീടുകൾ ചെയ്യുന്ന സമയത്തെ ഇപ്പൊ വീടിന്റെ പ്ലോട്ട് എടുത്തു,
പ്ലോട്ട് എടുത്തിട്ട് ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞൊരു സ്കോപ്പ് ഉണ്ടല്ലോ, ആ ലാൻഡ്സ്കേപ്പ് ആദ്യം ചെയ്യുന്നതിനോട് അനുവിന്റെ അഭിപ്രായം? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ പ്ലോട്ട് എക്സ്റ്റെൻഡ്. ഇപ്പൊ ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്, ആദ്യമേ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. കൺസ്ട്രക്ഷൻ ടൈമിൽ അതെല്ലാം നമ്മൾക്കൊരു 8 സെന്റ് വരെയും ആദ്യമേ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. ലാൻഡ്സ്കേപ്പിംഗ് ഉദ്ദേശിക്കുന്നത് ചെടികളും മരങ്ങളും വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ആണെങ്കിൽ ആദ്യമേ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. ഇവിടുത്തെ കേസ് പറഞ്ഞത് ഫേസ് 2-ലാണ് ബാക്കിയുള്ള ചെടികൾ വരുന്നതാണ്, ചെടികള് മരങ്ങള് എല്ലാം വരുന്നത്. ഫേസ് 2-ന് പകരം നമ്മൾ ആ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ചെടികൾ വെക്കുകയാണെങ്കിൽ വീട് വരുന്ന സമയത്തേക്ക് അത് ഫുള്ളി ഫ്ലറിഷ്ഡ് ആവുമല്ലോ. അത് ചെയ്യാം, തീർച്ചയായിട്ടും അത് ചെയ്യണം. വലിയ പ്ലോട്ടുകളാണെങ്കിൽ. വലിയ പ്ലോട്ടുകൾ അല്ലെങ്കിലുള്ള പ്രശ്നം ഈ കൺസ്ട്രക്ഷൻ ടൈമിൽ ഇതെല്ലാം കിടന്ന് നശിച്ചു. വലിയ പ്ലോട്ടുകളാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കോർണേഴ്സ് ചേർത്ത് നമുക്ക് ചെടികളോ അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് പ്ലാന്റ്സോ വെക്കാവുന്നതേ ഉള്ളൂ, നല്ലതാണ്. ഈ പ്ലോട്ടിന്റെ പ്രത്യേകത, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്. ഈ എൻറ്റയർ പ്ലോട്ടും കവറായിട്ട് ഏകദേശം വീട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പണി നടക്കുമ്പോൾ അത് നശിച്ചു പോകാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് വലിയ പോയിന്റ് ആണ്. അതെ, ഫർണിച്ചർ എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചാണോ ഡിസൈൻ ചെയ്തതാണോ? നമ്മൾ മേടിച്ചതാണ്. അപ്പം ഇവിടെ 6 സീറ്ററിന്റെ ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു ചെറിയ എലമെന്റ് ഷോക്കേസ് പോലെ ഒരു ക്രോക്കറി ഷെൽഫും ഒരു ബാർ കൗണ്ടറും എല്ലാം കൂടെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വെച്ചിരിക്കുന്നത്. വാഷ് കൗണ്ടർ വളരെ മനോഹരമായിട്ട് തന്നെ അതിനോട് കോർണറൈസ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിന് പ്രത്യേകിച്ച് നമ്മളുടെ ഫോർമൽ ആയിട്ടുള്ള ലിവിംഗിൽ നിന്നോ എവിടുന്നോ ഒരു വ്യൂ ഇല്ല. പക്ഷെ ഡൈനിങ്ങിന് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. വീട് വെച്ചാൽ വാഷ് കൗണ്ടർ സെപ്പറേറ്റ് എൻക്ലോസ്ഡ് ആയിട്ട് കൊടുക്കും, ഇതുപോലെ ഓപ്പൺ ആയിട്ട് കൊടുക്കും? ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ കൊടുക്കും, പക്ഷെ കുറച്ചൊരു മാറി നിൽക്കുന്ന ഡൈനിങ് സ്പേസിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യും. അതിന്റെ റീസൺ നമ്മൾ കൈ കഴുകുന്നതും ഫുഡ് കഴിക്കുന്നതും തമ്മിലൊരു ഗ്യാപ്പ് ഉറപ്പായിട്ടും വേണം. ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ നേരത്തെ നല്ലത്. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യും. അതങ്ങനെ തന്നെ ചെയ്യും. ഇനി നമ്മൾ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഷോ കിച്ചൺ ആണോ വർക്കിംഗ് കിച്ചൺ ആണോ? അങ്ങനെ ഷോ കിച്ചൺ വർക്കിംഗ് കിച്ചൺ ഇത് നമ്മളുടെ വർക്കിംഗ് കിച്ചൺ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ ഷോ കിച്ചൺ. ഇതെല്ലാം രണ്ടും ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നതാണ്. നമ്മളുടെ അഗെയിൻ നല്ല കണക്ടിവിറ്റി ഉള്ള രീതിയിലാണ്. അതായത് കിച്ചണിൽ ഇരുന്നാൽ തന്നെ ലിവിംഗ് റൂമിൽ കാണാൻ പറ്റും, ഡൈനിങ് റൂമിൽ കാണാൻ പറ്റും. കാരണം ഇവരുടെ പേരൻസ് ആണ്. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഓൾഡ് ഏജ് ടൈമാണ്. ഉറപ്പായിട്ടും അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അവരെ ഒരിക്കലും ഇവിടെ നിന്നാലും നമ്മുടെ ഡൈനിങ്ങിൽ നിന്നാലും ലിവിംഗിൽ നിന്നാലും കിച്ചണായിട്ട് വെൽ കണക്റ്റഡ് ആണ്. കിച്ചന്റെ ഇൻസൈഡ് വ്യൂ കിട്ടില്ലെന്നേ ഉള്ളൂ. കിച്ചണിൽ നിൽക്കുന്നവർക്ക് ഇവരെ എല്ലാവരെയും എഗെയിൻ കാണാം. നമ്മുടെ ഒരു വീടുകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് അതായത് ലൈറ്റിന്റെ ആവശ്യമില്ല. രാവിലെ ലൈറ്റ് ചെലവാക്കണ്ട, കറണ്ട് ചെലവാക്കണ്ട. 100% ഇത് സൂര്യപ്രകാശം അകത്ത് കിടക്കും. നല്ല കണക്ടിവിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എലമെന്റ്സ് കൊടുത്താൽ നല്ലതായിരിക്കും. സ്കൈലൈറ്റിന്റെ പർപ്പസ് നമ്മളുടെ നോർത്ത് ഈസ്റ്റിലാണ് നമ്മൾ കിച്ചൺ വെച്ചേക്കുന്നത്. അപ്പോൾ ആ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ വെട്ടം കയറേണ്ടതാണ്. പക്ഷെ നമ്മളുടെ അവിടെ ഒരു റീറ്റെയിനിങ് വോൾ ഉള്ള കാരണം നമ്മൾക്ക് വെട്ടത്തിന് ഒരു ചെറിയ പരിമിതിയുണ്ട്. സൈറ്റിന്റെ തൊട്ടടുത്തൊരു റീറ്റെയിനിങ് വോൾ ഉള്ള കാരണം നമ്മൾക്ക് കിച്ചണിൽ ഒരിക്കലും വെട്ടത്തിന് കുറവുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് ആ സ്കൈലൈറ്റ്. അപ്പോൾ അത് നല്ലൊരു എലമെന്റ് തന്നെയാണ്. നമ്മുടെ വീടുകളുടെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണ്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. മാസ്റ്റർ ബെഡ്റൂം അപ്രോക്സിമേറ്റ് എത്ര സൈസ് ആയിരുന്നു? 420 390 ഏകദേശം. അതെ, ഇത് ഇച്ചിരി വലിയ ബെഡ്റൂം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. 420 390 പ്ലസ് നമ്മളുടെ ഈ വാർഡ്രോബ്സ് എല്ലാം വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ ഡ്രസ്സിംഗ് സ്പേസ്. ആ ഡോർ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു പ്രോപ്പർ ക്ലോസറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇതില് അനുവിന്റെ ഒരു ബ്രില്യൻസ് വന്നേക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാം. ഇതിന്റെ വീതി ആദ്യമേ 15 മീറ്റർ ആയിരുന്നു. ഈ 15 മീറ്റർ 12.5 മീറ്റർ ഈ ഒരു പോർഷൻ കഴിയുമ്പോൾ ഈ വിഡ്ത്ത് അതായത് ടേപ്പേർഡ് ആയിട്ട് പോവാണ്. ഈ ടേപ്പേർഡ് ആയിട്ട് പോകുന്ന ഈ സ്ഥലത്തിന് വളരെ എന്താ പറയണ്ട യൂട്ടിലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് കൃത്യമായിട്ട് അതിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇഞ്ച് പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. അതിന് ഒരു എന്താ പറയാ ഒരു അടിപൊളി കൺഗ്രാറ്റ് സൂപ്പർ എന്ന് പറയേണ്ടി വരും. താങ്ക് യു. അപ്പൊ ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് സ്പേസ് ആണ്. അതുപോലെ തന്നെ ബാത്റൂം എന്നോട് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നു. ബാത്റൂമിനകത്ത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കജാരിയുടെ വോൾ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സാനിറ്ററി എല്ലാം ഓൾമോസ്റ്റ് പ്രീമിയം സാധനം തന്നെയാണ്. സാനിറ്ററി സിപി വെയറും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
അനുവിനെ ഒരു അഭിപ്രായം, ഞാൻ ഈ വീടിനകത്ത് കണ്ട വേറൊരു വലിയ പോയിന്റ് ഉണ്ട്. ഇതിന്റെ AC യുടെ ഔട്ട്, പുറത്തെ ആ യൂണിറ്റ് അകത്ത് ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ട് അകത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയായിരുന്നു. ഓ, അത് ചേട്ടൻ ശ്രദ്ധിച്ചു. 100% ഞാൻ അവിടുന്ന് വന്നപ്പോൾ ശ്രദ്ധിച്ചു. കാര്യം നല്ല അടിപൊളി ഐഡിയ ആയിട്ട് തോന്നിയായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് തന്നെ ആ സാധനം വന്നിട്ടുണ്ട്. അത് എന്താ അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു കാരണം? അത് വേറെ എങ്ങും ഒരു പ്രൊജക്റ്റിലും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന്റെ റീസൺ ഒബ്വിയസ് ആണ്. കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ വഴി കിടക്കുന്ന കാരണം നമ്മൾ പുറത്തൊരു AC യൂണിറ്റ് കൊണ്ടു കൊടുത്താൽ ഈ വീടിന്റെ ഫുൾ എലിവേഷനെ അത് ബാധിക്കും. അപ്പോൾ അത് ഹൈഡ് ചെയ്യുക. പ്ലസ് അതിന് വേറൊരു പ്രത്യേകതയും കൊണ്ട് അതൊരു ഫോൾസ് വാളാണ്. അതിന്റെ പ്രത്യേകത ഞാൻ പറയാം. അത് അവിടെ കൊടുത്തതിന് ഒരു വലിയ റീസൺ ഉണ്ട്. അത് നമ്മൾക്ക് ഒന്നുകിൽ മേലെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തന്നെ ഡിസ്കസ് ചെയ്യാം. ഫോൾസ് വാൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ കേൾക്കാത്തൊരു പേരാണ്. എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. തീർച്ചയായും. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാറ്റിയോട്ടുള്ള വ്യൂ ആണ്. വേറൊരു ബെഡ്റൂം ആണ് ഇത്. എനിക്ക് തോന്നുന്നു ആ സൈസ് തന്നെയാണ് തോന്നുന്നു ഓൾമോസ്റ്റ്, അല്ലേ? ഇതൊരു ഇത്തിരി ചെറുതാണ്. മാസ്റ്റർ ബെഡിനേക്കാളും ഒരു ഇത്തിരി ചെറിയ സൈസാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുമ്പോൾ സാധാരണ എല്ലാവരും ഈ സ്റ്റെയർ കേസിന്റെ അടിഭാഗം, അതിന്റെ യൂട്ടിലൈസേഷൻ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ചുമ്മാതെ നമ്മുടെ എൻക്ലോസ് ചെയ്ത് സ്റ്റോറേജ് പോലെ. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ അഭിപ്രായത്തിൽ എന്താണ് അതിന് പറ്റിയൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു തോട്ട്? സ്റ്റെയറിന്റെ അടിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ സ്റ്റെയറിന്റെ ഹൈറ്റ് ഉള്ള ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഈ ഏരിയയിൽ യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു സ്ലിം ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള സ്റ്റെയർ ആയിരുന്നു ക്ലയന്റിന്റെ ആവശ്യം. അത് എൻ്റെ അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് അവിടുത്തെ യൂട്ടിലിറ്റി കൺസിഡർ ചെയ്യണം. നമുക്ക് വേറെ ഒരു സ്റ്റോറേജ് സ്പേസും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സ്റ്റെയറിന്റെ അടി നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഈ സ്റ്റെയറിന്റെ അടിയിലുള്ള ഹൈറ്റ് ഉള്ള പോർഷനിലാണ് നമ്മൾ ഡൈനിങ്. ആ ഡൈനിങ്ങിന്റെയും കൂടെ വിട്ട് ആ സ്റ്റെയറിന്റെ അടിയിലുള്ള സ്പേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാരണവശാലും ഈ സ്റ്റെയർ കാരണം വേറെ ഒന്നിനും പ്രശ്നം ഉണ്ടായിട്ടില്ല. കൂടാണ്ട് ആ ഏരിയയിൽ നമ്മുടെ ഇൻവെർട്ടർ സ്റ്റോറേജ് ആണ്. സ്റ്റെയറിന്റെ ഒരു പോർഷനിൽ കൊടുത്തു. സാധാരണ എല്ലാവരും ഇതങ്ങ് എൻക്ലോസ് ചെയ്യും. എൻക്ലോസ് ചെയ്ത് ഫുള്ള് കവേർഡ് ആക്കിയിട്ട് അത്ര സ്പേസ് കളയുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ സ്പേസും കൂടെ ഡൈനിങ്ങിൽ എടുക്കുവാണ് ചെയ്തത്. ഡൈനിങ്ങിൽ എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇതിനകത്ത് അഡ്വാൻറ്റേജ്. താഴെ ബീം ഐ സെക്ഷൻ കൊടുത്തിട്ട് ഒരു പോർഷൻ സ്ട്രക്ചറിലും ഒരു പോർഷൻ RCCയിലുമാണ് ചെയ്തിരിക്കുന്നത്. അതെ. രണ്ടാമത്തെ ഒരു കാര്യം, സ്റ്റെയറിന്റെ ബാക്കിൽ നമ്മൾ താഴെ വിൻഡോസ് കൊടുത്തിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അവിടെ നമ്മൾക്ക് ഒരു പ്ലെയിൻ വാൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ റീറ്റനിങ് വാൾ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ വിൻഡോ വേണേ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു വലിയ വിൻഡോ കൊടുത്തതിന്റെ റീസൺ, താഴെ നമ്മൾക്ക് വ്യൂ ഇല്ലാത്ത സ്ഥിതിയിലും കാറ്റ് കയറാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിൻഡോ കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷേ ആ വിൻഡോ കൂടി കൊടുത്തപ്പോഴാണ് അതിനൊരു കംപ്ലീഷൻ ആയത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ്, ബാത്ത് ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ്, സാനിറ്ററി വെയർസ് ഇതെല്ലാം ഇവിടെ VGC ബീനെ കിട്ടുമ്പം എന്തിനാ നീ വേറെ വല്ലയിടത്തും പോകണം? ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. ഇനി എന്താണ് ആ ഫോൾസ് വാൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അതെ, നമ്മളുടെ ഈ ഒരു കേരളമായാലും എവിടെയായാലും ഒരു കോൺക്രീറ്റ് ജംഗിളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഡേറ്റ കാണിക്കുന്നതനുസരിച്ച് ഏകദേശം ഓരോ ഇയർലിയും നമ്മളുടെ താപനില ചൂട് കൂടിക്കൊണ്ടിരിക്കുക കേരളത്തിൽ. ഇപ്പോൾ ഈ 10 വർഷത്തിൽ തന്നെ ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ടെന്നാണ് കണക്ക്. അത് പക്ഷേ ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുമ്പം നമ്മളത് ഫീൽ ചെയ്യുന്ന ചൂട് ഉറപ്പായിട്ടും കൂടുതലുമായിരിക്കും. അപ്പോൾ മെയിൻ കൺസേൺ നമ്മളുടെ ചൂട് തന്നെയാണ്. കാറ്റ് നമ്മൾക്ക് ഒരു പരിധി വരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ഫാൻസ് ഉണ്ടായത് കാരണം ഒരു പരിധി വരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. പക്ഷേ എയർ മൂവ്മെൻറ്റ് വേണം ഹ്യൂമിഡിറ്റി ടേക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ചൂട് എന്നുള്ളത് കാരണം, അതായത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു, വെസ്റ്റ് ആണ് നമ്മളുടെ നീളമുള്ള സൈഡ്. നമ്മൾ ഒരു പ്ലോട്ടിന്റെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും നീളമുള്ള സൈഡ് വെസ്റ്റ് ആണ്. വെസ്റ്റ് നീളമുള്ള സൈഡും വെസ്റ്റ് ഓപ്പണുമാണ്. അതായത് തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ബിൽഡിങ്ങിന്റെ മ്യൂച്വൽ ഷെയ്ഡിംഗ് എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ആ ബിൽഡിങ്ങിന്റെ തണലായിരിക്കും നമ്മളുടെ ബിൽഡിങ്ങിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടപ്പുറത്ത് റോഡാണ്. ആ റോഡ് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പുറത്ത് ബിൽഡിംഗ് വന്നാലും ആ റോഡ് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വെസ്റ്റിലുള്ള വെയിൽ മൊത്തം അടിച്ചു കയറും. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ വാളും ആ മെയിൻ വാളിന്റെ തൊട്ടപ്പുറത്ത് ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് 40 സെന്റിമീറ്റർ ഗ്യാപ്പിൽ 60 സെന്റിമീറ്റർ ഓവറോൾ ലെങ്ത്തിൽ നമ്മളൊരു അഡീഷണൽ വാളും കൂടെ കെട്ടി. അതായത് ഒരു വാൾ നമ്മൾ ബ്രിക്ക് വെച്ച് കെട്ടി, അത് മാറിയിട്ട് 60 സെന്റിമീറ്ററിൽ വീണ്ടും ഒരു ക്യാവിറ്റി കഴിഞ്ഞിട്ട് അത് ഏതൊക്കെ പോർഷനിലാണ് ചെയ്തേക്കുന്നത്? അത് ബെഡ്റൂംസിനും പിന്നെ ലിവിംഗ് ഏരിയയുടെ കുറച്ച് പോർഷനിൽ വെച്ചേക്കും. നമ്മൾ ഒരു സാൻഡ്വിച്ച് ഫീൽ ക്രിയേറ്റ് ചെയ്യും. ഒരു ക്യാവിറ്റി ക്രിയേറ്റ്. അതെ ഇല്ല, ഫിൽ ചെയ്തിട്ടില്ല. ശരിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കോസ്റ്റിംഗ് ബഡ്ജറ്റഡ് ആവുന്ന കൂടത്തില്ലേ നോർമലി? കോസ്റ്റിംഗിൽ വേരിയേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ക്ലയന്റിന്റെ
ആ ഒരു കംഫർട്ട്, ആ വീടിരിക്കുമ്പം എത്രത്തോളം അവർ കംഫർട്ടായിട്ട് ഇരിക്കുന്നു എന്നുള്ളതും, പിന്നെ നമ്മൾ എലിവേഷനിൽ എന്തൊക്കെയോ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അനാവശ്യമായിട്ട് ചിലവാക്കുന്നതിന് പകരം നമ്മൾക്കൊരു ഉപകാരമുള്ള രീതിയിൽ ഒരു ഫോൾസ് വാൾ ചെയ്യുമ്പം നമ്മൾ വളരെ വെയിറ്റ് കുറഞ്ഞ എയർകോൺ ബ്ലോക്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ പാളി അത് മതി. കാരണം ആ ഒരു ക്യാവിറ്റി ഉണ്ടാക്കണം, മെയിൻ വാളിലേക്ക് വെയിൽ അടിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് കൺസിഡറബിളി അങ്ങനെ കോസ്റ്റ് കൂടിയിട്ടില്ല. പക്ഷെ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട്, നമ്മൾക്ക് വീട്ടിൽ ഇരിക്കുമ്പം ആ ഒരു ചെറിയ കോസ്റ്റിനെ നമ്മൾ ഉറപ്പായിട്ടും മറക്കും. പക്ഷെ ഈ ജീവിതകാലം മൊത്തം ഈ വീട്ടിലിരിക്കുമ്പം അവിടുത്തെ ഒരു കംഫർട്ട് ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. സംഭവം പറഞ്ഞത് ഇതാണ്, നമ്മുടെ വീട് വെച്ചിട്ട് റൂഫ് സ്ട്രക്ചർ കൊടുക്കുന്ന പോലെ, ഷീറ്റിന്റെ ലെയർ കൊടുക്കുന്ന പോലെ ക്യാവിറ്റി ക്രിയേഷൻ അതും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിവിടെ ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസിനാണ്. ഒരു പോർഷൻ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്തു, കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്ട്രക്ചറിൽ ഒരു എലിവേഷനിൽ മുകളിൽ ഓടിട്ടു. അതെ, നമ്മൾ 2 ബെഡ്റൂമിന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ 2 ബെഡ്റൂമിലെയും ഇപ്പം ഈ വെയിൽ, ഇപ്പൊ ഇവിടുന്ന് നമ്മൾ പോയപ്പോൾ ഉള്ള ചൂടിന്റെ വ്യത്യാസം ചേട്ടന് ഫീൽ ചെയ്യാം. അതായത് ആ ഒരു കോമൺ ഏരിയയിൽ നിന്നും ഈ ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ AC ഇട്ടൊരു ഫീൽ ഇല്ലേ? അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മേളിൽ നമ്മളൊരു അഡീഷണൽ ലെയർ ഓഫ്, അതും ക്ലേ ടൈൽ, അതായത് നമ്മുടെ നാടൻ മാംഗ്ലൂർ ടൈലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലും ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മളൊരു ഡബിൾ ഇങ്ങനെ കൂര പോലത്തെ ഉള്ള, അതായത് എ ആയിട്ടുള്ള കൂര കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സർഫസ് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ 1 സൈഡാണ് കൊടുത്തേക്കുന്നത്. അത് കോസ്റ്റ് കൺസിഡറബിളി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാവിറ്റി, ഒരു അഡീഷണൽ റൂഫുമായി, പക്ഷെ കോസ്റ്റ് വളരെ കുറഞ്ഞ രീതിയിലാണ് ആ റൂഫ് ചെയ്തേക്കുന്നത്. 1 സൈഡഡ് സ്ലോപ്പാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ഈ സാധനത്തെ പറ്റി വൃത്തിയായിട്ട് അറിയണം. കാരണം സാധാരണ എല്ലാവരും ഇവിടെ ഒരു പോർഷൻ ചെയ്യുന്നത്, ഇത് സ്ലൈഡിംഗ് ഡോർ കൊടുക്കുന്നു, അവർക്ക് ഇറങ്ങി ഇരിക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ ബാൽക്കണി സ്പേസ് ക്രിയേറ്റ് ചെയ്യാതെ ആ ഒരു പോർഷൻ ഒരു CNC കട്ടിങ്ങും ഒക്കെ വെച്ചൊരു സ്ട്രക്ചറൽ എലമെന്റ് കൊണ്ടുവന്ന് അതിന്റെ എലിവേഷനെ കുറച്ചുകൂടെ ബൂം ചെയ്യുക ചെയ്തത്? എന്താ ഇങ്ങനെ ചെയ്യാതിരിക്കാനുള്ള? ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു യൂസ് വരുന്നില്ല. ഇത് ക്ലയന്റ് യൂസ് ചെയ്യുന്ന ഒരു ബെഡ്റൂം അല്ല, ഒരു ഗസ്റ്റ് ബെഡ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. പക്ഷെ എലിവേഷനിൽ ഇങ്ങനെ ചെറിയ എലമെന്റ്സ് ഒക്കെ, ഒരു ആഡ് ഓൺ എലമെന്റ്സ് ക്ലയന്റിന് ഇഷ്ടമുള്ള രീതിയായിരുന്നു. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഒരു വലിയ വിൻഡോ ആണ് വരുന്നത്. അതിന്റെ ഒരു പ്രൈവസിയും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രിൽ വർക്ക് കൊടുത്തത്. ബാൽക്കണി കൊടുക്കാഞ്ഞത് ഒബ്വിയസ്ലി ഒരുപാട് എക്സിറ്റ് പോയിന്റ് നമ്മൾ വീടിന് കൊടുക്കാത്തതാണ് പൊതുവെ നല്ലത്. അതായത് നമ്മൾ മെയിൻ എൻട്രി ഒരെണ്ണം കൊടുത്തു, സെക്യൂരിറ്റി ഇഷ്യൂ കൂടി ഉണ്ട്. അതെ, ഇതൊരു ഫസ്റ്റ് ഫ്ലോറും കൂടെ അല്ലേ. അപ്പോൾ മെയിൻ എൻട്രി ഒരെണ്ണം കൊടുത്തു, പാറ്റിയോയിൽ നമ്മളൊരു എക്സിറ്റ് കൊടുത്തു, പിന്നെ ആ യൂട്ടിലിറ്റിയിൽ ഒരു എക്സിറ്റ് കൊടുത്തു, കിച്ചണിൽ ഒരു എക്സിറ്റ് കൊടുത്തു. അപ്പോൾ ഈ 5 എക്സിറ്റ് പോയിന്റ്സ് ആയി ഓൾറെഡി. അപ്പൊ ഇനി ഒരു ബാൽക്കണി അത്രയും ഒരുപാട് എക്സിറ്റ് പോയിന്റ്സിന്റെ നമ്പേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പൊ എക്സിറ്റ് പോയിന്റ്സ് നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്യുന്നതാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂല് കുറച്ചുകൂടെ നല്ലത്. അതെ. പിന്നെ അനു എന്നോട് പറഞ്ഞല്ലോ, ഈ നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ആർക്കിടെക്ട്സ് ഒരു വീട് വെക്കാനുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ ഇൻവോൾവ് ചെയ്താൽ കുറെ കൂടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്ന്. നമ്മൾക്ക് കുറെ സജഷൻസ് കൊടുക്കാനുണ്ട്. അതായത് ഇപ്പോൾ പൊതുവേ പ്ലോട്ടഡ് ഡെവലപ്മെന്റ് ആയാലും, അതല്ലെങ്കിൽ നമ്മൾ ഒരു വസ്തു മേടിക്കുമ്പോഴായാലും നമ്മൾ കുറേ ഓപ്ഷൻസിൽ നിന്നും ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്കൊരു ആർക്കിടെക്റ്റിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റിയാൽ, ഇപ്പോൾ പ്ലോട്ടഡ് ഡെവലപ്മെന്റ് ആണെങ്കിൽ ഈ പ്ലോട്ട് ബെയറായിട്ട് കിടക്കുമ്പം ക്ലൈൻറ്റ് കാണുന്നതല്ല ആക്ച്വലി ആർക്കിടെക്ട് കാണുന്നത്. ആഫ്റ്റർ 5 ഇയേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും ബിൽഡിങ്സ് വന്നാൽ ആ ബിൽഡിങ്സിൻ്റെ ജനലുകൾ തുറക്കുന്നത് ഈ സൈഡിലോട്ടായാൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെട്ടം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാറ്റിൻ്റെ ദിശ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഫോർസീൻ ചെയ്യാനായിട്ട് ഒരു ആർക്കിടെക്റ്റിന് പറ്റും. അപ്പോൾ പിന്നെ ബഡ്ജറ്റ് ചെയ്യാനും ഉറപ്പായിട്ടും പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരു പ്ലോട്ടഡ് ഡെവലപ്മെൻറ്റ് തന്നെ സെയിം വിലയിൽ ഒരുപാട് നമ്മൾക്ക് കോസ്റ്റിൻ്റെ കാര്യത്തിലായാലും, വീടിൻ്റെ ഭംഗിയുടെ കാര്യത്തിലായാലും, യൂട്ടിലിറ്റിയുടെ കാര്യത്തിലായാലും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആ പ്ലോട്ടഡ് ഡെവലപ്മെൻറ്റിന് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ആർക്കിടെക്റ്റിനെ ആ ടൈമിൽ തന്നെ ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഈ സ്ഥലം മൊത്തം നമ്മളിപ്പം വിൽക്കാനായിട്ട് അവർ ഇട്ടിരിക്കുന്നത്. ഇതിൽ ഒരാൾ ഇപ്പൊ ആദ്യമേ അനുവിനെ വന്ന് കണ്ടിട്ട് അനുവിനോട് പറയുന്നു, എനിക്ക് ഇതിൽ ഏത് പ്ലോട്ട്, ഇതിലിപ്പോ 4-5 ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കും, ഇതിൽ ഏത് ഓപ്ഷൻ തെരഞ്ഞെടുക്കണം എന്ന് അനുവിനോട് ചോദിച്ചാൽ അവിടെ മുതൽ അനുവിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അവിടെ മുതൽ ക്ലയന്റിന്റെ റിക്വയർമെന്റും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഡിസിഷനിൽ പറയാൻ പറ്റും. പക്ഷെ ആ ഒരു പോയിന്റ് തൊട്ട് നമ്മളുടെ ഇൻവോൾവ്മെന്റ് വേണം എന്നുള്ളതാണ്.
പിന്നെ അനു ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ വൈശാഖ് പറഞ്ഞു സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അപ്പോൾ ഈ സോയിൽ ടെസ്റ്റ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോയിൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടറാണ്. കാരണം ഒരുവിധം എല്ലാം നല്ല സോയിലുള്ള സ്ഥലങ്ങളും നമ്മളിപ്പം അക്വയർ ചെയ്ത് വീടുകളൊക്കെ വെച്ച് തുടങ്ങി. ഇപ്പോൾ കിട്ടുന്നതിന് നമ്മൾക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള സോയിൽസ്, പൈൽ ഫൗണ്ടേഷൻ ഒരുപാട് കോസ്റ്റ് കൂടുതൽ വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്ലോട്ട് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് സോയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അതായിരിക്കും നല്ലത്. അതായിരിക്കും. അതല്ലെങ്കിൽ ഒരു അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. പൈലിങ്ങിലേക്കൊക്കെ പോകുമ്പോഴുള്ള അഡീഷണൽ കോസ്റ്റ്, നമ്മൾ വീട് വെക്കാൻ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി എന്നുള്ള ഒരാളുടെ മനസ്സിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു 17 ലക്ഷം 15 ലക്ഷം ഒന്നും കയറി അങ്ങ് വരും. അപ്പോൾ ആ ഒരു 17 ലക്ഷത്തിൻ്റെ ഗ്യാപ്പ് അവിടെ എപ്പോഴും ആ വീടിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും പ്ലോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സോയിൽ പഠിക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആൾക്കാർ, അതായത് ഈ സ്വപ്ന സുന്ദര ഭവനത്തിൻ്റെ സ്വപ്നം കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. വൈശാഖും അശ്വതി, എന്താണ് നമ്മളുടെ ഈ വീടിനെ പറ്റി പറയുന്നത്? വീട് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഉള്ള പോലെ ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും. അപ്പോൾ ആദ്യം നമുക്കൊരു ആർക്കിടെക്റ്റ് ചെയ്യുന്നൊരു വീട് തന്നെ ചെയ്യണം എന്നായിരുന്നു എൻ്റെയും അശ്വതിയുടെയും ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് തന്നെ നമ്മളിവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ വിഷ്ണുവിൻ്റെ യൂട്യൂബ് കണ്ട് നമ്മൾ വിഷ്ണുവിൻ്റെ യൂട്യൂബിലൂടെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ അനുവിനെ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ കുറച്ച് ബിൽഡേഴ്സ്, ഐ ഡിസൈൻ ബിൽഡേഴ്സും വിഷ്ണുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ വിഷ്ണുവിൻ്റെ യൂട്യൂബ് ചാനലിലും വിഷ്ണു ചേട്ടൻ്റെ സ്ഥാപനത്തിനും ഒരു വലിയ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. ആ സ്ഥാപനത്തിലും വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ സൂപ്പറായിട്ട് തന്നെ എൻ്റെ എക്സിക്യൂഷൻ നടന്നു. ഇതിലൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? അത് ഒബ്വിയസ്ലി നമ്മുടെ പാറ്റിയോ ഏരിയ തന്നെയാണ്. ഞങ്ങളുടെ ഈവനിങ് അല്ലേ, ഞങ്ങൾ വർക്കിംഗ് ആണ്. വൈകുന്നേരം 4 മണി 5 മണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞൊരു 6-6:30 വരെ അവിടെ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ, നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സമ്മതിച്ചതിൽ വളരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇനിയും വരണം. ഇനി ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം എന്താ പറയുക, വളരെ സന്തോഷം. അനുവിൻ്റെ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് കൂടുതൽ അഭിമാനം തോന്നുകയാണ്. കാര്യം അനു ആദ്യം ചെയ്ത പ്രൊജക്റ്റ് മുതൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ജേണി അത്യാവശ്യം വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതിനേക്കും നന്ദി, നമസ്കാരം.